വെൽക്കം ബാക്ക് ടു ഈസി മാത്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കിയത്. ഇത് +1കാരുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റേഞ്ചും ഡൊമെയിനും കണ്ടുപിടിക്കുന്ന ആ ഒരു പാർട്ടാണ്. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റേഞ്ച് ആണ്. ഇപ്പോൾ ഡൊമെയിൻ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് പോയി നോക്കിക്കോളൂ വേണമെന്നുള്ളവര് കേട്ടോ. ഡൊമെയിൻ കാണാൻ സംശയമുള്ളവര് അത് പോയി നോക്കുക. റേഞ്ച് കണ്ടുപിടിക്കുക എങ്ങനെയാന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നോക്കൂ, f(x) = 1 മൈനസ് മോഡുലസ് x-2 എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കറിയാം മോഡുലസ് x-2 എന്ന് പറയുന്നത് എപ്പോഴും >= 0 ആണ് ആവുക. ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ മൈനസ് എടുത്ത് നോക്കാം. മൈനസ് മോഡുലസ് x-2 എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ >= മാറിയിട്ട് എന്താവും? < ആവും, 0 വരും. -0 ആണ്. -0ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 എന്ന് തന്നെ എഴുതുന്നു. ഇനി എന്ത് വേണം? ഇനി ഒരു 1 മൈനസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? നമ്മൾ ആ x-2 എന്ന് പറയുന്നതിന്റെ ആബ്സൊല്യൂട്ട് വാല്യൂ ആണല്ലോ, അതുകൊണ്ട് അത് >= 0 എന്ന് കൊടുത്തു. ഈ മൈനസ് അതിന്റെ സൈഡിൽ കൊടുത്തു നോക്കി. അപ്പോ ഈ സൈൻ ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. മൈനസ് ഇട്ട് കഴിഞ്ഞാൽ സൈൻ അങ്ങനെ ചേഞ്ച് ആവും. സോ മൈനസ് മോഡ് x-2 എന്ന് പറയുന്നത് എന്താണെന്നോ >= 0 ആയി. ഇനി ഇവിടെ എന്ത് എഴുതണം? 1 മൈനസ്, നമ്മുടെ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോ 1 മൈനസ് മോഡുലസ് x-2 <= അതേപോലെ തന്നെ എഴുതി. 0ന്റെ സൈഡിലും 1 മൈനസ് എഴുതി. 1 മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മൈനസ് മോഡ് x-2 എന്താ? നമ്മുടെ f(x) ആണ്. അതിന് പകരം f(x) എഴുതി, >= 1 എഴുതി. അപ്പോ 1 തൊട്ട് താഴേക്കുള്ള എല്ലാ വാല്യൂസുമാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാ നമ്മൾ എഴുതുക? റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എവിടെ വരെ ആവാം? -∞ വരെ വരാം. ഇവിടുന്ന് തുടങ്ങാം 1 അല്ലെ. 1 ടച്ച് ചെയ്യണം, അതുകൊണ്ട് അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആക്കി. -∞ +∞ എപ്പോഴും ഓപ്പൺ ഇന്റർവെൽ ആണ് ആക്കിയിട്ട് എഴുതുക. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? -∞ to 1 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോഡുലസ് x-3. അത് ഈസിയാണ് അല്ലെ. മോഡുലസ് x-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? നമുക്കറിയാം മോഡുലസ് x-3 എന്തായിരിക്കും? > 0 ആണ്. മോഡുലസ് x-3 എന്ന് പറയുന്നത് > 0 ആണ്. ഇനി ഒന്നും എഴുതാനില്ല. f(x) എന്ന് പറയുന്നത് എന്താണ്? അപ്പോ മോഡുലസ് x-3 ആണല്ലോ. സോ ഇറ്റ് വിൽ ബി > 0. ഇതിനെ എങ്ങനെയാ റേഞ്ച് എഴുതുക? റേഞ്ച് എന്ന് പറയുന്നത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. 0 തൊട്ട് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to ഇൻഫിനിറ്റി. ഓക്കെ, റേഞ്ച് 0 to ഇൻഫിനിറ്റി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൊമെയിൻ കാണാനും പഠിച്ചു, ഇപ്പോ റേഞ്ച് കാണാനും പഠിച്ചു. ഇനി ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കോളൂ. ഡൊമെയിൻ എങ്ങനെയാ കാണണ്ടേ? എന്താണ് എക്സിന് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട വാല്യൂസ്? അതാണ് ഡൊമെയിൻ. സോ എന്താണ്? നമുക്കറിയാം √(x-5) എന്ന് പറയുന്നത് എന്ത് വരണം? >0 വരണം അല്ലെ. അപ്പോ x-5 >0 വരണം. അങ്ങനെ പറഞ്ഞാൽ x എന്താവണം? ഈ -5 ഇപ്പുറത്തേക്ക് പോവുകയാണ്, അല്ലാതെ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുകയല്ല. -5 ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ x എന്ന് പറയുന്നത് എന്താവും? >5 ആയിരിക്കും. > ഇല്ല, >5 ആണ്. അങ്ങനെ പറയുമ്പോൾ ഡൊമെയിൻ നമ്മൾ എന്താ എഴുതുക? എക്സിന്റെ വാല്യൂ 5നേക്കാളും മുകളിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ 5 പാടില്ല. 5 എന്ന് പറഞ്ഞ നമ്പർ ഇടാൻ പാടില്ല. 5 ഇല്ലാതെ ബാക്കി ഇൻഫിനിറ്റി, 5 ടച്ച് ചെയ്യാതെ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സും. അപ്പൊ ഡൊമെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ 5 to ഇൻഫിനിറ്റി എന്ന് എഴുതി. ഇനി ഇത് റേഞ്ച് കൊടുക്കണ്ടേ? റേഞ്ച് എന്താ? എക്സിന് 5ന് മുകളിലുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താവും എന്നാണ് റേഞ്ച് പറയേണ്ടത്. നോക്കിക്കോളൂ, 1/√(x-5) എന്ന് പറയുന്നത് എന്താ വരിക? >0 അല്ലേ വരിക. f(x) എന്ന് പറയുന്നത് അപ്പൊ എന്താ വരിക? >0 ആണ് വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ >0 എന്ന് ഇട്ടിട്ട് കൊടുത്തത്. അപ്പോ ഇതും എന്താ വരിക? >0 ആണ് കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് എങ്ങനെയാന്ന് എഴുതുക? നമ്മള് 0 to ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഐ ക്യാൻ ഹെൽപ്പ് യു. പിന്നെ ഈ ഡൊമെയിനും റേഞ്ചും കാണുന്നത് സെപ്പറേറ്റ് ആയിട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിച്ചോളൂ.
ഉപകാരം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ബൈ.